കൊല്ലം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുടെ ഭാഗമായി വനിതാ സ്ക്വാഡും രംഗത്ത്. അലേമൺ പഞ്ചായത്തിലെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവും കൂടിയായ അസീന മനാഫിന്റെ നേതൃത്വത്തിലാണ് വനിതാ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് വോട്ട് തേടി വീടുകളിലെത്തുന്നത്. ഇടതു സ്ഥാനാർത്ഥി എന്തിനു വിജയിക്കണമെന്നത് വിവരിക്കുന്നതിനോടൊപ്പം സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന സ്ലിപ്പുകൾ എന്നിവയും വനിതാ സ്ക്വാഡ് വീടുകളിൽ എത്തിക്കുന്നുണ്ട്. കായൽ കടലോടിണയാകണ നാടിന് കാവലിനുണ്ട് സഖാവ്. കാടും കാട്ടരുവിയും ഇളകണ കാറ്റിലുയർത്ത കരുത്ത് മുകേഷ്. കായൽ കടലോടിണയാകണ നാടിന് കാവലിനുണ്ട് സഖാവ്. കാടും കാട്ടരുവിയും ഇളകണ കാറ്റിലുയർത്ത കരുത്ത് മുകേഷ്. കൊല്ലത്തിന്നിട നെഞ്ചിൽ ചന്താരകമായി വിടർന്നു മുകേഷ്. തിരമാലകൾ പോലെയുറച്ച് ജയിച്ചിടുമിക്കുറി കൊല്ലത്ത്. മതരാജ്യമുയർത്താൻ വെമ്പും കാപാലികരുടെ സൽക്കാരം. കൂടാൻ ചേരാത്തൊരു പ്രതിനിധി കൊല്ലത്ത് ജയിക്കണം. കായൽ കടലോടിണയാകണ നാടിന് കാവലിനുണ്ട് സഖാവ്. കാടും കാട്ടരുവിയും ഇളകണ കാറ്റിലുയർത്ത കരുത്ത് മുകേഷ്. കായൽ കടലോടിണയാകണ നാടിന് കാവലിനുണ്ട് സഖാവ്. കാടും കാട്ടരുവിയും ഇളകണ കാറ്റിലുയർത്ത കരുത്ത് മുകേഷ്. ഇന്ധന പാചകവാതക വില വർധനവ് സാധാരണ ജനങ്ങളുടെ കുടുംബ ബജറ്റ് തകർത്തുവെന്നും വിലക്കയറ്റം തടയുന്നതിനുൾപ്പെടെ ജനോപകാരപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിന്റെ ശക്തമായ നിര പാർലമെന്റിൽ ഉണ്ടാകണമെന്നും വനിതാ സ്ക്വാഡ് പ്രധാനമായും വീട്ടമ്മമാരോട് അഭ്യർത്ഥിക്കുകയാണ്. 10 വർഷത്തെ മോദി സർക്കാരിന്റെ ജനദ്രോഹ നടപടിയും 7.5 വർഷക്കാലത്തെ പിണറായി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പാകും ഇതെന്നും ഇന്ത്യൻ പാർലമെന്റിൽ കൊല്ലത്തിന്റെ ശബ്ദമാകാൻ ഇക്കുറി മുകേഷ് ഉണ്ടാകുമെന്നും അസീന മനാഫ് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം മുകേഷ് വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന എല്ലാവരും ചരിത്ര വിജയം തിരുത്തിക്കുറിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതിന് കാരണമെന്ന് പറയുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ ഇന്ന് ജനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട് എന്നാണ് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും പാചകവാതകത്തിൻ്റെയും വില വർധനവ് കുടുംബ ബഡ്ജറ്റിൽ താളം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം ഇന്ന് ആക്രി വിലയ്ക്ക് വിറ്റുകൊണ്ടിരിക്കുന്നു. യുവാക്കളുടെ ഇടയിലുണ്ടാകുന്ന തൊഴിലവസരങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ കൂടുതലിടങ്ങളിലേക്ക് വനിതാ സ്ക്വാഡ് പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ് ഇടതുമുന്നണി. നാട്ടുവാർത്ത, അഞ്ചൽ.